ഉഗ്രം വീടൊക്കെയാണല്ലോ. നീ വാ. ചേട്ടന്റെ പേരെങ്ങനെയാ? ദാശൻ. എങ്ങനെ? അരവിന്ദ് ദാശൻ. ഗൃഹനാഥനാ? ഞാനൊരു പാവമാണ് സാർ. ആയിക്കോട്ടെ, പാവങ്ങൾക്ക് എന്താ ഗൃഹനാഥൻ ആയിക്കൂടെ? താങ്കൾ ഗൃഹനാഥനാണോ? അങ്ങനെയാ പറയുന്നേ. അതെന്തോന്ന് ജോണേ? സർ, അമ്മാവനാകെ കയ്യിന്ന് പോയ ലക്ഷണമാണല്ലോ. അരവിന്ദാക്ഷ സാറേ, ഞാൻ ഗൃഹനാഥനാണ് സാർ. ശരി, ഗൃഹനാഥ, ഈ ഗൃഹത്തിലെ മറ്റു കുട്ടികളെ ഒന്ന് വിളി, ഒന്ന് കാണട്ടെ. മോളെ, മോളെ ഗീതു, ഗീതു മോളെ, മോനെ വേണു, മോളെ അമ്പിക മോളെ, എന്റെ അമ്പിക മോളൊന്ന് വാ. ഗൃഹനാഥൻ ഇങ്ങ് വാ. എന്താ സാർ? എന്തോന്നത്? നിങ്ങൾ പഴയ നാടക നടനാ? ചെറിയൊരു ബിസിനസ്സുകാരനാ സാറേ. എന്ത് ബിസിനസ്? പൂപ്പ്. എന്താ? പൂപ്പുണ്ട്, തടിയുടെ, മരത്തിന്റെ. പിന്നെ ചെറിയൊരു ഫൈനാൻസിങ്ങും. വെരി ഗുഡ്. അപ്പൊ ആളുഷാറാണ്. ആ വാ വാ വാ, എല്ലാരെയും ഒന്ന് കാണാൻ വന്നതാ. ആരാ അംബിക? ഞാനാ സർ. നിങ്ങളാണോ പരാതി തന്നത്? അതെ. അതൊരബദ്ധം പറ്റിയതാ സാറേ. ഗൃഹനാഥനോട് ചോദിച്ചോ? ഇല്ല. ഇങ്ങോട്ട് മാറിക്കടോ. സാറ് ചോദിക്കും, അപ്പ മറുപടി പറഞ്ഞാ മതി. എന്താ ഇന്നലെ രാത്രി സംഭവിച്ചത്? കഴുകിയിട്ട വസ്ത്രങ്ങൾ എടുക്കാൻ പോയതാ ഞാൻ. അപ്പോ അവിടെ അയാൾ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ പറയൂ, പേടിക്കണ്ട. അയാൾ എന്നെ ആക്രമിക്കുകയായിരുന്നു. വേണുവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അയാള് എന്നെ. ആരാ വേണു? എന്റെ മോനാ, ദേ ഇവനാ. ജോണേ. ഓ, വേണു എങ്ങനെയാ ഇഷ്യൂ അറിഞ്ഞത്? ഇവനും ഉണ്ടാക്കത്തില്ല. എന്നോട് ഞാൻ ചോദിച്ചോ? ഇല്ല. ഒരു ആക്സിഡന്റിന് ശേഷം വേണുവേട്ടൻ സംസാരിച്ചിട്ടില്ല. ഇതാരാ? വേണുവിന്റെ ഭാര്യ, മുറപ്പെണ്ണ. ജോണേ, താനിപ്പോ വാങ്ങിക്കും. ആ, വേണു അംബികയുടെ ആരാ? എന്റെ ഭർത്താവാണ് സർ. ജോണേ, എന്തോന്നാ ഇവിടെ നടക്കുന്നേ? ഒരാൾക്ക് 2 ഭാര്യയോ, അതും ഒരു വീട്ടിൽ. ഇതെന്തോന്നാ അരവിന്ദാക്ഷ? അത് ഗീതുമോള ശരിക്കുള്ള ഭാര്യ. അംബിക പഴയ ഭാര്യ. ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലെന്നേ. അംബിക, നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, നിങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്ന ആളെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരിക്കൽ വേണുവേട്ടന്റെ ചികിത്സയ്ക്കായി ഞങ്ങൾ തോട്ടുവ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അയാൾ ആ വണ്ടിയിൽ വന്ന് കയറി. അന്നും ഒരു അപകടം ഉണ്ടാക്കാൻ അയാൾ ശ്രമിച്ചിരുന്നു. അന്ന് ആ വിവരം പോലീസിനെ അറിയിച്ചിരുന്നോ? ഇല്ല. അന്ന് ഞങ്ങൾ ഭയപ്പെട്ടതുപോലൊന്നും സംഭവിച്ചില്ല. അതിനു മുൻപ് അയാൾ ഇറങ്ങി പോവുമായിരുന്നു. ഒക്കെ വെറും തോന്നലാണെന്നേ. എന്താ പേര് പറഞ്ഞത്? ഗീതു. ഗീതു ഇപ്പറഞ്ഞ ആളെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അരവിന്ദാക്ഷോ? സാർ, സംഭവം നടക്കുമ്പോ, അതായത് ഇന്നലെ രാത്രി, അരവിന്ദാക്ഷൻ എവിടെയായിരുന്നു? ഞാൻ ഉറങ്ങുമായിരുന്നു സാറേ. ഇന്ന് രാവിലെ ഇവര് പറഞ്ഞപ്പോഴാ കാര്യം അറിയുന്നേ. ഇവളെത്ര നല്ലവളൊന്നും അല്ല സാറേ. ഇവളെ തേടി പലപ്പോഴും ജാരന്മാര് വരാറുണ്ട്. ജാരന്മാരോ? അതെന്തോന്ന്? അത്തരം സാധനങ്ങളൊക്കെ ഇപ്പോഴും ഭൂമിയിലുണ്ടോ? ഉണ്ട് സാറേ, ഇവളെ തേടി വരാറുണ്ട്. ഞാൻ കണ്ടിട്ടുമുണ്ട്. അംബിക, ഈ പറഞ്ഞ അക്രമിയെ ഇനി കണ്ടാലും തിരിച്ചറിയൂ? അറിയും. കറുത്തിട്ട് വലിയ ഉയരമൊന്നുമില്ലാത്ത നല്ല കനത്ത ശബ്ദമുള്ള, കണ്ടാൽ ഭയം തോന്നുന്ന നോട്ടമുള്ള ഒരാളാണോ ഈ പറഞ്ഞ ആള്?
മനസ്സിലായി സാർ. നട്ടപ്പാതിരായി കിരീട്ടത്തൊരാളെ കണ്ട എങ്ങനെ തിരിച്ചറിയാനാ സാറേ? ഒക്കെ ഓരോ തോന്നലാ. മിസ്റ്റർ വേണു, നിങ്ങൾ രണ്ടാളും ഒരിക്കൽ കൂടി സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. നിങ്ങൾക്ക് വേറെ അപകടമൊന്നും ഇല്ലല്ലോ? സാരമില്ല. ആരാ എന്തിനാ ഇതൊക്കെ ചെയ്തെന്ന് നമുക്ക് അന്വേഷിക്കാം. പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു അപകടവും വരില്ല. അപ്പോ നമുക്ക് സ്റ്റേഷനിൽ വരുമ്പോ കാണാം. പരാതി ഒന്നും വേണ്ട സാറേ. അത് അവര് നോക്കിക്കോളും. താൻ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ജോണേ, ഇയാളെ പൊക്കി വണ്ടി കയറ്റ്. ആവശ്യം വരും. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നടക്കടാ, ഇങ്ങോട്ട് നടക്കടാ. സാവിത്രി, അയ്യോ സാവിത്രി, എന്നെ കൊണ്ടുപോലെന്ന് പറ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാവിത്രി, അയ്യോ, എന്താ ഇത്? അങ്ങനെ വിട്. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെ? വിടാനല്ലേ പറഞ്ഞത്? അങ്ങനെ വിടാൻ പറ സാറേ. അങ്ങനെ ഒരു പാവ, അങ്ങനെ വിട്ടേക്ക്. ചേച്ചി, കൂൾ കൂൾ, ഒരു പ്രശ്നമില്ല, പേടിക്കണ്ട. ഇങ്ങനെ ഒരു പാവ സാറേ. അതെ, അങ്ങനെ ആവട്ടെ. ഇങ്ങേര് പാവമാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഇങ്ങേര് പാവം അല്ലെങ്കിൽ നിങ്ങളെല്ലാരും ഇങ്ങേരെ കാണാൻ അങ്ങോട്ട് വരേണ്ടി വരും. സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകണം. അയ്യോ, അങ്ങനെ കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോകരുത് സാറേ. അയ്യോ. മക്കളെ, മോനെ വേണു, അംബികെ, എന്തിനാ അങ്ങനെ പോലീസുകാർ കൊണ്ടുപോകുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? പറ മോളെ, എന്താ ഇവിടെ സംഭവിച്ചത്? പോലീസുകാർ കൊണ്ടുപോകാനും മാത്രം അങ്ങനെ എന്ത് കുറ്റാ ചെയ്തത്? പറയടേ. അവള് പറയില്ല, പറയാൻ കഴിയില്ല അവൾക്ക്. അവളാ അതിന് കാരണം. ആന്റിയുടെ പുന്നാര മോള്. എന്താ അഭിക ഞാൻ ഈ കേൾക്കുന്നത്? എന്താ കാര്യം? എന്താ കാര്യമെന്നെങ്കിലും പറയടി. ഞാൻ പറഞ്ഞില്ലേ, ഇല്ലാത്തൊരു കേസും പറഞ്ഞ് അങ്കിളിനെതിരെ സ്റ്റേഷനിൽ പരാതി കൊടുത്തതേ ഇവളാ. നിങ്ങൾക്കത് വേണം. എടുത്ത് തലയിൽ വെച്ചോ. പുന്നാര മോളല്ലേ? നേരാണോ അമ്പികെ? നേരാണെങ്കിൽ നിന്നോട് എന്തു കുറ്റം ചെയ്തിട്ടാ അങ്ങേർക്കെതിരെ നീ പരാതി കൊടുത്തത്? വേണ്ടായിരുന്നടാ, ദുഷ്ടനാങ്ങേര്. പക്ഷെ നാട്ടുകാരുടെ മുമ്പിലൂടെ ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കരുതായിരുന്നു. എത്ര ദുഷ്ടനായിരുന്നാലും നിന്റെ അച്ഛനങ്ങേര്. ആർക്ക് കാര്യം? കേസ് എന്താണെന്ന് അറിയാവോ? ഇവളെ ഇന്നലെ രാത്രി അങ്കിൾ ആളെ വിട്ട് കൊല്ലാൻ നോക്കിന്ന്. പിന്നെ കൊല്ലാൻ വന്നവൻ വെറുതെ കത്തിയും കൊണ്ട് കയ്യിൽ ഒരു കുഞ്ഞു മുറിവ് ഉണ്ടാക്കിയിട്ടങ്ങ് പോവല്ലേ? നുണക്കഥ പറയുന്നതിന് വേണം ഒരു ലോജിക്ക്. ആന്റി നോക്കിയിരുന്നോ? കുറച്ചു ദിവസം കഴിഞ്ഞ് തല്ല് പിഴിഞ്ഞു കൊണ്ടുതരും പോലീസ് അങ്കിളിനെ. ആംബുലൻസിൽ കയറ്റി. നേരാണോ മോളെ? മോനെ, അങ്ങനെ പോലീസുകാർ കൊണ്ടുപോകുന്ന കണ്ടിട്ട് ഈ അമ്മയ്ക്ക് സഹിച്ചില്ലടാ. ഒരു രഘു, ഇവനെയൊക്കെ മാഡം കുറെ നേരമായല്ലോ എന്നെ നോക്കി കണ്ണുരുട്ടി മൂക്ക് ഉറപ്പിച്ചും പിറുപിറുത്തും പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്താന്ന് വെച്ചാൽ വാദമൊന്നും പറ. ഇതൊരുമാതിരി എന്തോന്ന് പറയാനാ? നീ ചിലരെയൊക്കെ കൊന്നൂന്നും തല്ലിയെന്നൊക്കെ പറയുന്നത് നേരാണോടാ? അതോ പബ്ലിസിറ്റിക്ക് വേണ്ടി നീ തന്നെ പറഞ്ഞുണ്ടാക്കിയ നുണയോ? ഒന്നിനും കൊള്ളാത്ത. എന്നെ വെറുതെ ഊശിയാക്കാറുണ്ടല്ലോ. കാണണോ ഞാൻ കൊല്ലുന്ന എങ്ങനെയാണെന്ന്? എനിക്ക് ഞാൻ ആരാണെന്ന് തെളിയിക്കാനേ നോണ പറഞ്ഞ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യേണ്ട കാര്യമില്ല. കൊല്ലാം, അസലായിട്ടുണ്ട്. പാല് തന്നെ കൈക്ക് തന്നെ കൊത്തണം. നീ ആനന്ദം കാണിക്കേണ്ടത് എന്റെ കഴുത്തെ പിടിച്ചിട്ടല്ല, ഏൽപ്പിച്ച ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടാ. ഒരു പീറ പെണ്ണിനെ കൊല്ലാൻ ഇതുവരെ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നേ? ഞാൻ അറിഞ്ഞോ
അവളുടെ കെട്ടിയവൻ ആ വേണു എന്ന് പറയുന്നത് അവിടെ കയറി വരുമെന്ന്. അവൻ എഴുന്നേറ്റ് നടന്ന കാര്യം എന്നോട് പറയണമായിരുന്നു. എന്റെ കത്തിമട തുമ്പിന്ന് അവള് രക്ഷപ്പെട്ടത്. ഒരുപാട് ന്യായീകരണമൊന്നും വേണ്ട. നീ ഈ കാണിച്ചു കൂട്ടുന്ന പിഴവുകൾക്ക് എന്നെയും നിന്നെയും കാത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയാണെന്ന് നിനക്കറിയാലോ. സൂചി കൊണ്ട് എടുത്ത് കളയാവുന്ന ഒരു മുള്ളായിരുന്നു അംബിക. ഇപ്പോ അവള് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങുന്ന വാളാ. ചിലപ്പോ ഇതിങ്ങനെയൊക്കെയാ മാഡം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടന്നൊന്നും വരില്ല. കയ്യിലൊരു കത്തിയും മുന്നിലൊരാളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം. എന്നാലേ ചിലരെടുത്ത് വേറെ ചില കുഴപ്പങ്ങളുണ്ട്. തല അറുത്തിട്ടാലും ചാവത്തില്ല. ആയുസിന്റെ ബലം എന്നതാ കുഴപ്പം. നമ്മൾ കേട്ടിട്ടില്ലേ, ഭൂകമ്പം വന്നും പ്രളയം വന്നും ഒരു നാട് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയിന്ന്. എന്നാലേ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 1ഉം 2ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഒരു പോറിൽ പോലും ഏൽക്കാതെ കണ്ടെടുക്കുന്നുണ്ട്. അതാണ് ആയുസിന്റെ ബലം. ഒരു പ്രളയത്തിനും തട്ടിയെടുക്കാൻ കഴിയാത്ത ഒരു ജീവന്റെ ബലം അത്. അങ്ങനെ ഒരു ബലം, ആയുസിന്റെ ബലം അംബികയ്ക്കുണ്ട്. അത് ഉറപ്പാ. ആയുസിന്റെ ബലം മണ്ണാൻ കട്ട. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ നീ പറഞ്ഞു അവളെ അങ്ങ് മാലാഖയാക്കണ്ട. എന്നാ മാഡം അങ്ങ് ചെല്ല്. കത്തിയോ കൊടുവാളോ എന്താന്ന് വെച്ചാൽ ഞാൻ റെഡിയാക്കി തരാം. നേരെ ചെന്ന് അവളെ വെട്ടി അങ്ങ് കൊല്ല്. കുറ്റം ഞാൻ ഏറ്റോളാം. എന്തേ? അതിനായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യം വേണ്ടായിരുന്നല്ലോ. കഴിയില്ലെങ്കിൽ നീ കളം വിട്ടു പൊയ്ക്കോ. വെറും കൈയോടെ പോവണ്ട. ഇത്രയും നാള് ഇവിടെ കെട്ടിക്കേറി കിടന്നതിന് കാശും തന്നേക്കാം, പോരെ? കയ്യില് പൂത്ത കാശുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ രഘുവിന്റെ ബോഡിക്ക് വിലയിടല്ലേ. ആ ഫോൺ എടുക്ക്. ഹലോ അമ്മേ, ഞാനാ. എന്താടി ഇവിടെ എന്തൊക്കെയാ അമ്മേ നടക്കുന്നേ? ദേ ഇവിടെ അങ്കിളിനെ പോലീസ് കൊണ്ടുപോയി. ആ രഘു എന്ന് പറയുന്ന ആളിന്റെ വിവരങ്ങൾ അറിയാനാ. അവിടെ എന്തായി ഇപ്പോ? നേരിട്ട് വന്ന് അനുഭവിച്ചോ, അതാവും നല്ലത്. എന്നെ ഒന്നിനും വിളിക്കണ്ട. പ്രശ്നമാണ്. ഏട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഛേ, അയ്യോ, ഇടിക്കല സാറേ. അയ്യോ സാറേ, എന്നെ ഇടിക്കല സാറേ. അയ്യോ, അരവിന്ദാക്ഷൻ ചേട്ടൻ പേടിച്ചു പോയോ? അയ്യോ. ഒരുത്തനെ സത്യം പറയിപ്പിക്കുന്നതാ. കുറച്ചു നേരമായി അവൻ ആ സത്യം അങ്ങ് പറഞ്ഞെങ്കിൽ ഇത്രയും വേദന തിന്നണോ? കാര്യം ഞാൻ പോലീസാണെങ്കിലും അയാളെ SI സാർ ഓരോന്ന് കാണിക്കണ കാണുമ്പോ തല ചുറ്റിപ്പോണ ചേട്ടാ. അയ്യോ, വെള്ളം വേണോ? ജോണേ, എന്താ ജോണേ ഇത്? വെള്ളം വേണോന്ന് പറഞ്ഞു സാർ. വിവരക്കേട് പറയല്ല ജോണേ. ഇക്കണ്ട വെള്ളമല്ല ഇയാളെ കുടിപ്പിച്ച നമ്മൾ ചോദ്യം ചെയ്യുമ്പോ എന്തെങ്കിലും 3ാം മുറ ചെയ്യേണ്ടി വന്നാലോ? ഇവിടെ ആകെ മൂത്രം ഒഴിച്ച് നാറ്റിങ്ങി. ഏയ്, ഈ ചേട്ടന് 3ാം മുറ വേണ്ടി വരില്ല സാറേ. പുള്ളി ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞോളൂ. അയ്യോ. എന്താണോ ഇത്? അവന്റെ വായില തുണി കുത്തിക്കയറ്റി വയ്ക്ക്. ഇനി ശബ്ദം പുറത്തു വരരുത്. സർ. ജോണേ, സാർ, സാറിന്റെ ആ കണ്ണട അങ്ങ് ഊരി മാറ്റിയേരെ. ഞാൻ ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാം. പറ രവീന്ദാക്ഷ, സത്യത്തിൽ എന്താ ഉണ്ടായേ? എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. തുടങ്ങി. അരവിന്ദാക്ഷ, ഇത് സ്ഥലം വേറെയാ. ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സാർ. സത്യം പറടാ. അവിടെ എന്താ സംഭവിച്ചത്? ചോദിക്കുന്നതിന് വ്യക്തമായ ഉത്തരം നൽകിയില്ലെങ്കിൽ കുടുംബത്തേക്ക് ചില്ലിട്ടൊരു ഫോട്ടോ മാത്രമേ ഞാൻ കൊടുത്തയക്കൂ. മനസ്സിലായടാ? പഞ്ചസാര കലക്കാൻ പറയട്ടെ സാർ. മറ്റവന് കലക്കിയപ്പോ ഇവനും വേണ്ടി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത് വേണ്ടി വരില്ല സാർ. മൂപ്പര് സത്യം പറഞ്ഞോളൂ. അരവിന്ദാക്ഷോ, ഞങ്ങൾക്ക്
ഈ പഞ്ചസാര വെള്ളത്തിൽ ഒരു പണിയുണ്ട്. തന്നെ ഞങ്ങൾ അങ്ങ് ചവിട്ടി കുഴച്ച് പൊറോട്ട മാവ് പോലെ ഒരു പരുവത്തിൽ അങ്ങനെ നിർത്തും. ദാഹിച്ചു തൊണ്ട പൊട്ടി നീ അപ്പോ വെള്ളത്തിന് വേണ്ടി യാചിക്കും. അപ്പോ നിനക്ക് കലക്കി വെച്ച പഞ്ചസാര വെള്ളം ഒന്ന് തരും. നീ അത് അപ്പടി കുടിക്കും, ഇല്ലെങ്കിൽ കുടിപ്പിക്കും. പിന്നെ നിനക്ക് സുഖമാ. അടി കൊണ്ട് നീര് വെച്ചിടത്തൊക്കെ വിങ്ങിപ്പറിയും. പുറത്തല്ല, അകത്ത്. നിന്റെ ശരീരത്തിന്റെ സകലമാന ജംഗ്ഷനുകളിലും സന്ധികളിലും പഴുപ്പ് വന്ന് കേറും. അങ്ങനെ കാലക്രമേണ നീ അങ്ങ് വേദന തിന്ന് അലിഞ്ഞലിഞ്ഞങ്ങ് തീർന്നു. തരട്ടെ പഞ്ചസാര വെള്ളം? സാർ, എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. തനിക്ക് ഷുഗറോ കൊളസ്ട്രോളോ വല്ലതും ഉണ്ടോ? ഷുഗർ ഉണ്ട്. നന്നായി, ഇനി കസറും. അപ്പൊ പറ അരവിന്ദാക്ഷ, ആരാ പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചത്? ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതോ അരവിന്ദാക്ഷൻ നേരിട്ട് കൊടുത്ത കൊട്ടേഷൻ? അപ്പൊ പറ അരവിന്ദാക്ഷ, ആരാ പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചത്? ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതോ അരവിന്ദാക്ഷൻ നേരിട്ട് കൊടുത്ത കൊട്ടേഷനാണോ? ഞാൻ എന്തിനാ സാർ അമ്പിയെ കൊല്ലുന്നേ? അവൾ എന്റെ മകന്റെ ഭാര്യയല്ലയോ? എനിക്ക് അവൾ എന്റെ സ്വന്തം മോളെ പോലെയാ. ഞാൻ എന്തിനാ ആ പാവം പെങ്കുച്ചിനെ കൊല്ലാൻ ആളെ വിടുന്നത്? അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ പാവം പെണ്ണിനെ കൊല്ലാൻ താൻ എന്തിനാ അരവിന്ദാക്ഷ ആളെ വിട്ടത്? അതെന്തോ ആവട്ടെ, ആരെയാ വിട്ടത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സാറേ ഞാൻ പറഞ്ഞല്ലോ. അയ്യോ, അവന്റെ വായിൽ തുണി തിരുകാൻ പറഞ്ഞില്ലടോ. അടിനാഭിക്ക് ചവിട്ട് കിട്ടിയപ്പോ തെറിച്ചു പിടിക്കാതെ സാറേ. ആ പറ അരവിന്ദാക്ഷ, എന്നെ വട്ടാകാതെ. ഇയാള് പഞ്ചസാര കുടിക്കും. സാറ് പറഞ്ഞ കേട്ടില്ലടോ? അരവിന്ദാക്ഷ, ഒറ്റ നോട്ടത്തിൽ അറിയാം താൻ കുഴപ്പക്കാരനാണെന്ന്. സർ, ഇത് തന്റെ ഫോണാണല്ലേ? അതെ. ഇതിലൊരു സീതാലക്ഷ്മിയുടെ നമ്പറുണ്ട്. തനിക്ക് ലാസ്റ്റ് വന്ന കോള്. ആരാ സീതാലക്ഷ്മി? അതെന്റെ പെങ്ങളാ. പെങ്ങളെന്തിനാ വിളിച്ചത്? ഫാമിലി മാറ്ററാ സാറേ. ഈ പറഞ്ഞ പെങ്ങളുടെ മകളല്ലേ അവിടെ ഉണ്ടായിരുന്ന ആ പ്രഗ്നന്റ് ആയ കുട്ടി? എന്താ അവളുടെ പേര് പറഞ്ഞേ? ഗീതു. ആ, ഗീതു. പൊന്നു മോനെ അരവിന്ദാക്ഷ, നിന്നെ ഞാനിന്ന് ശൂലം തറച്ച് പഴനിമല കേറ്റും. ഞാൻ നിരീശ്വരവാദിയാണ് സാർ. സാരമില്ല, ഇങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോ താനെ ഈശ്വരനെ വിളിച്ചോളൂ. കഥ എനിക്ക് മനസ്സിലായി. ഗീതുവിനെ മകനോടൊപ്പം കൂട്ടാൻ അംബികയെ ഒഴിവാക്കുന്ന പദ്ധതിയാണ് അവിടെ നടന്നത്, അല്ലേ? അല്ലേ അരവിന്ദാക്ഷ? അല്ല സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. വാ തുറന്ന് സത്യം പറയണ. ഞാൻ പറഞ്ഞത് സത്യമാ. കാര്യം ചോദിച്ച നിന്നെ പറയിപ്പിക്കാൻ എനിക്കറിയാം. ജോണേ, സർ. ഡോ. സാർ, ഈ ടേബിള് ക്ലീൻ ചെയ്. ഇതെല്ലാം എടുത്ത് മാറ്റ്. ഇവന്റെ ഷർട്ടും തുണിയൊക്കെ ഊരി മാറ്റ്. ജനിച്ച പടിയാക്കണം. ഈ ടേബിളിലേക്ക് കടത്തിക്കോ. അയ്യോ, എന്നെ വേണ്ട. ഞാൻ പറയാം. വേണ്ട, നീ പറയണ്ട. ഈ ടേബിളിലേക്ക് കിടത്തവനെ. ഞാൻ പറയാം സാറേ, സത്യം ഞാൻ പറയാം. എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞതാ. നീ ഇനി മൂന്നാമത്തെ അറ്റാക്കിനൊന്നും വെയിറ്റ് ഞാൻ സത്യം പറയാം. അവന്റെ പേരെനിക്കറിയില്ല. ആരുടെ? ആ കൊലയാളിയുടെ. സത്യം. അപ്പോ അത് അവൻ തന്നെയാണല്ലേ, രഘു? അയാള് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഉറപ്പാ സാർ, അത് രഘു തന്നെയാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ജോണേ, രഘു ഇവിടെ കാര്യമായിട്ട് എന്തോ ജോലി ഏറ്റിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവൻ ഇവിടം വിട്ട് പോകാത്തത്. അമ്പയ്ക്കിപ്പോ നോ സാർ, ആയുസിന്റെ ബലം കൊണ്ടാ ആ കുട്ടിയിപ്പോ ജീവിക്കുന്നത്. ജോൺ അറിയോ അവരെ? സേതുലക്ഷ്മി. സേതുലക്ഷ്മി അല്ല സാർ, സീതാലക്ഷ്മി. ഗീതു എന്റർപ്രൈസസ് എക്സ്പോർട്ടിംഗ് വില്ലാസ്. സാറിന് അറിഞ്ഞൂടെ? അവരാ അത്. സീതാലക്ഷ്മി ആ അരവിന്ദാക്ഷന്റെ സഹോദരിയാ. പൂത്ത കാശും വിവരക്കേടിന്റെ അഹങ്കാരം.